നമസ്കാരം. ഞാനിങ്ങോട്ട് വന്നതെന്താണെന്നറിയാ, ഇത് എൻ്റെ നാടെന്നറിയാലോ, കൊച്ചുനാട്. അപ്പം ഈ കൊച്ചുനാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ പിള്ളേർ കാര്യം അവരെല്ലാവരും കൂടി ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. ത്രിപിളപ്പ് എന്നും പറഞ്ഞ ചാനലാണ്. അതിൻ്റെ അകത്ത് അവർ ഒരുപാട് എന്താ പറയുക, കുറച്ച് പിള്ളേർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കാനും യൂട്യൂബ് ചാനലിൽ ചെറിയ ചെറിയ സിനിമയായിട്ടൊക്കെ കൊണ്ടുവരാനും ഒക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ സംരംഭം അവർ കൊണ്ടുവരികയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ചാനൽ കാണണം. കാരണം വളർന്നു വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ട നമ്മളാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സാബു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മകൻ തന്നെയാണ്. അവൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ നല്ല രീതിയിൽ അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ അവന് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമാണ്. ഒരുപാട് ആൾക്കാരെ ഈ കൊച്ചിന്ന് അവൻ ഒരുപാട് ആൾക്കാർ നല്ല നിലയിൽ തരുന്നുണ്ട്. പക്ഷേ ഇന്ന് അവനൊരാൾ പറയാൻ പാടില്ല. നല്ല നിലയിൽ പോയ ആൾക്കാർ അവനെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നുള്ള സത്യം. അത് ഞാൻ ആരുടെ മുമ്പിലും പറയും, യാദവന്റെ മുമ്പിലും പറയും. അത് ഇന്നാളെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചത്, ഞാനിത് പറയാൻ മറന്നു പോയല്ലോ, എനിക്കത് പറയാൻ പറ്റാത്തൊരു അവസരമായിപ്പോയത്. അതുകൊണ്ടിട്ടാ ഇത് ഞാൻ പറഞ്ഞിരിക്കും. ഇപ്പം ഇന്നലെ എൻ്റെ ഇടയ്ക്ക് മാനി എൻ്റെ ഇടയ്ക്ക് വരികയും എന്നോട് ഈ കാര്യം പറയുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മോനെ, മോൾ ചേച്ചി നിൻ്റെ കൂടെ തന്നെയുണ്ട്, ഞാൻ എൻ്റെ ഒപ്പം തന്നെയുണ്ട്. കാരണം ഞാൻ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതിന് ശേഷം എന്നെ പിന്നെ ആറ്റുവാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാണ്ട് ഇവർ തന്നെ ഒരു പാട്ട് ചെയ്തു, ഞങ്ങൾ പോയി, ഞാൻ കളിച്ച്. കാര്യം എന്നെ സിനിമാ ഫീൽഡിലേക്ക് ആദ്യം കൊണ്ടുവന്ന് അൻവർ റഷീദാണ്. ആ അൻവർ റഷീദ് അതിശയിച്ചു പോയി. ഞാൻ ആ ഷൂട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ കെട്ടിപ്പിടിച്ചെന്നോട് ചോദിച്ചത്, ഞങ്ങൾ കണ്ട മനുഷ്യത്തെയാണോ നീക്കണമെന്ന് ചോദിച്ചത്. കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചത്. ഞാൻ അതും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ വിളിച്ചപ്പനോട് പറഞ്ഞു, ചേച്ചി ഞാൻ വില വെച്ച് കേട്ടോ. അപ്പോഴും ഞാൻ ഈ സാബുവിൻ്റെ കാര്യം പറഞ്ഞവിടെ സാറിൻ്റെ അടുക്ക്. അവന് ഒരുപാട് അവസരങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവൻ ഒരുപാട് ആൾക്കാരെ നല്ല രീതിയിൽ കയറ്റി കൊടുക്കണം. അവൻ ആരും എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം ആ മകൻ തന്നെ ഇങ്ങനെ കുറച്ച് കൂട്ടുകാരൊക്കെ കൂട്ടി, വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ കൂട്ടിക്കൊണ്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണത്. അപ്പം നിങ്ങൾ സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങളുടെ എല്ലാവർക്കുടെയും സഹായങ്ങൾ അവർക്ക് എന്ത് നിങ്ങൾ ചോദിച്ചാലും വേറെ ഒന്നേ വായിക്കാമല്ലോ, ഒരു ലൈക്ക് വായിക്കും, ഒരു സപ്പോർട്ട് വായിക്കും, ഇതൊക്കെയല്ലേ വായിക്കുള്ളൂ. പറ്റുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാഗത്തും കൊടുത്തരും കേട്ടോ. എങ്കിലും രക്ഷപ്പെടണം, എനിക്ക് അത്ര ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് അവർക്കുണ്ടാകണം. ഈ നമ്മുടെ കൊച്ചിക്കാരുടെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലിലാണ്. എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്കത്രേ പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ ചെറിയൊരു ഷോപ്പിലും പിടിക്കാനായിട്ടൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ഒരു 100-100 ആളെ വെച്ചിട്ടൊക്കെയാണെന്നൊക്കെയാണ് പറയണത്. അവൻ്റെ തലബന്ധു ഭയങ്കര കാഞ്ഞ് അവൻ ബുദ്ധി ആലോചിക്കണമെന്ന കാര്യം എനിക്ക് മനസ്സിലായി. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ അമ്മമ്മതാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നന്നായി വരട്ടെ. എനിക്കത്രേ പറയാം.